Hello everyone and welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പനീർ വെജ് പുലാവാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു പാൻ ചൂടാക്കുവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറും അതുപോലെ തന്നെ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ട് പനീർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പനീരൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം പനീറാണ് എടുത്തേക്കുന്നത്. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകണം, അതുവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ, ചെറുതായിട്ട് ഫ്രൈ ആകുമ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ആക്ച്വലി ഇത് പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നല്ല ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. അതായത് ആ ഒരു എന്താ പറയുക, അത് പൊട്ടിപ്പോകരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കോട്ടിങ് പോലെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പനീറൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരുന്ന ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കുന്ന പാനാട്ടോ. അപ്പോൾ അതനുസരിച്ച് എടുക്കാം. അപ്പോൾ ആ പാനിലേക്ക് അഗൈൻ നമ്മൾ കുറച്ച് ഞാൻ നെയ്യും ബട്ടറും കൂടെ ആഡ് ചെയ്യുവാണ്. നേരത്തെ പോലെ തന്നെയാണ് നെയ്യും ബട്ടറും ആഡ് ചെയ്യുന്നത്. ഇച്ചിരി ബട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ വേണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്തതേ ഉള്ളൂ. ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പനീരൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ, ഓവറായിട്ട് ഫ്രൈ ആവരുത്. ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നെയ്യും ബട്ടറും നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹോൾ സ്പൈസാണ്. ഇപ്പോൾ ഞാൻ ഒരു 3 ഏലക്ക ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി കുറച്ച് ഗ്രാമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ആഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ പട്ട, ചെറിയൊരു പീസ് പട്ട ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്യേണ്ട കുറച്ച് ജീരകം കേട്ടോ, ക്യുമിൻ സീഡ്സ്. ക്യുമിൻ സീഡ്സ് കുറച്ച് കൂടിപ്പോയിനും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജീര റൈസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറുതായിട്ട് ഒരു സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോല ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഹാഫ് ഒനിയൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകുന്നവരെ സോട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു ഇച്ചിരി സോൾട്ട് കൂടെ ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഇഞ്ചിയും അതുപോലൊരു വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിവിടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുവാണ്. കുറച്ച് ആഡ് ചെയ്താൽ മതി, ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു സ്പൈസ് എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം, ബീൻസ് ആഡ് ചെയ്യാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം അധികം അങ്ങനെ വെജൊന്നും അധികം ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പീസ് ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഫ്രോസൺ പീസാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര മതി. അപ്പോൾ നമ്മൾ ഫ്രോസൺ പീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാവട്ടെ. ഞാൻ ഡീഫ്രോസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പീസ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അതുപോലെ ഒരു ഇച്ചിരി ഗരം മസാല കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ടോട്ടൽ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വേണമെന്നില്ല, നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ്സ് സോക്ക് ചെയ്തിട്ടുള്ളൂ, പിന്നെ ഡ്രെയിൻ ചെയ്തെടുത്തു. ഇവിടെ ഒരു 1 കപ്പില്ല, ഒരു 3/4 കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ റൈസ്.
ഇനി മെയിൻ എന്ന് പറയുന്നത് ഇതിനെ നന്നായിട്ട് സോട്ടേ ചെയ്ത് കൊടുക്കാമെന്നാണ്. ഈ നമ്മുടെ ഗീലും ഈ മിക്സിലും ഒക്കെ നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം കുക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് സോട്ടേ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമ്മൾ സോട്ടേ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പനീർ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ സോട്ടേ ചെയ്യുന്ന സമയത്ത് ഇത് ബ്രേക്ക് ആവാണ്ടിരിക്കാനാണ് ആദ്യം ഫ്രൈ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് കുക്കാകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാനൊരു 1.25 വെള്ളം മാത്രം ഒഴിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, ബിക്കോസ് റൈസ് അല്ലേ. ഓക്കെ, ഇനി കുറച്ച് ഉപ്പ് കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേനും നമുക്ക് തീ കുറച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം. ഓക്കെ, തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്തൊരു 10 minutes കുക്ക് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിം ആക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും എസൻസ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് കുക്കാവുന്ന ടൈമിൽ നമുക്ക് കാഷ്യൂവും പിന്നെ കുറച്ച് റൈസൻസും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുവാണേ. കറക്റ്റ് കുക്കായിട്ടില്ല, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. മിക്സ് ആക്കുമ്പോൾ ഈ ഫോർക്കൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്നത് നല്ല കേട്ടോ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ആയി പോകും. ഓക്കെ, നമുക്കൊന്നുകൊണ്ടൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാവേ. വാവ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇപ്പോൾ എടുക്കരുത്, ഒരു 10 to 15 minutes ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അതായത് ഫയർ ഓഫ് ചെയ്തിട്ട് ക്ലോസ് വയ്ക്കാം. ഇനി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.